ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ടിപ്സ്. LP-UPയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ കാലം എന്ന രീതിയിലായി വീഡിയോസ് ഇട്ടിട്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ LP-UP നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും നല്ല പഠനത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് LP-UP സിലബസിലെ ദഹന വ്യവസ്ഥ അല്ലേ, സയൻസ് പോർഷനിൽ വരുന്ന ദഹന വ്യവസ്ഥ എന്ന ഭാഗം. അത് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അതൊക്കെ ഏതൊക്കെ ക്ലാസ്സിലാണ് വരുന്നത് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അന്നപദത്തിലൂടെ എന്നുള്ള ചാപ്റ്ററിൽ അതിൻ്റെ കുറച്ച് ഭാഗമുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, സയൻസ് 2ാമത്തെ ചാപ്റ്റർ ആഹാരം അന്നപദത്തിൽ, ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ, ആഹാരം അന്നപദത്തിൽ എന്ന് പറഞ്ഞ 2ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് പോഷണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമാണ്. അതുപോലെ ആഹാരം സമ്പാദിക്കുന്ന രീതിയും ഓരോ ജീവിയിലും വ്യത്യസ്തമാണ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. അപ്പം എന്താണ് പോഷണം? ജീവികൾ ആഹാരം സംഭരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണം എന്ന് പറയുന്നത്. ജീവികൾ ആഹാരം സംഭരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെയാണ് പോഷണമെന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? പ്രകാശ സംശ്ലേഷണം അല്ലേ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നവയാണ്. അതിനാൽ ഇവയെ സ്വപോഷികൾ എന്ന് പറയുന്നു. സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നവയെ സ്വപോഷികൾ എന്നാണ് പറയുന്നത്. എന്നാൽ സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു. അവ പരപോഷികൾ എന്ന് അറിയപ്പെടുന്നു. പരപോഷികൾ. അപ്പോൾ പരപോഷികൾ എന്താണ്? ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെയാണ് പരപോഷികൾ എന്ന് പറയുന്നത്. അടുത്തത് ആഹാരത്തിന് വേണ്ടി നമുക്കറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. പരാത സസ്യങ്ങൾ, അതുപോലെ ശവോപജീവികളെ ഒക്കെ കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റ് ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണങ്ങളും കണ്ടെത്തുന്ന മരങ്ങളാണ് ഇത്? ചന്ദനമരം. അതേപോലെ ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ് മോണോട്രോപ്പ. ജലത്തിനും ലവണത്തിനും വേണ്ടി ഇത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന ഏത്? ഇത്തിളിച്ചെടി. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തിനൊക്കെ ഉദാഹരണങ്ങളാണ് നമുക്ക് നോക്കാം. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ മറ്റു ചെടികളുടെ വേരുകളിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് കണ്ടെത്തുന്ന വൃക്ഷമാണ് ഇത്? ചന്ദനമരം കേട്ടോ, ചന്ദനമരമാണ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്നവയാണ് ശവോപജീവികൾ. അതുപോലെ ശവോപജീവിക്ക് ഉദാഹരണം ഏതാണ്? മോണോട്രോപ്പ. അതുപോലെ ജലത്തിനും ലവണത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് അർദ്ധപരാതങ്ങൾ. അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത്തിളിച്ചെടിയാണ് അർദ്ധപരാതങ്ങൾക്ക് ഉദാഹരണം. പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണം ഏതാ? മൂടില്ലാത്ത ആളി. അതുപോലെ ജന്തുക്കളിൽ കാണപ്പെടുന്ന ബാഹ്യപരാതങ്ങളാണ് ഏതൊക്കെയാ? പേൻ, വിര, ചെള്ള് എന്നൊക്കെ അതിൽ പെടുന്നതാണ്. പേൻ, ചെള്ള് എന്നിവ ബാഹ്യപരാതങ്ങളാണ്. എന്നാൽ വിര ഏതിൽ പെടുന്നതാണ്? ആന്തരപരാതത്തിൽ പെടുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞ ദഹനവ്യവസ്ഥ തന്നെ അല്ലേ. ആഹാരം മനുഷ്യനിൽ എന്നുള്ള സെക്ഷനാണ് നോക്കുന്നത്. ജീവൻ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണെന്ന് അറിയാം. അതുപോലെ ആഹാരത്തിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം ആഹാരം എവിടെ എത്തുന്നത്? വായിലാണ് എത്തുന്നത് അല്ലേ. വായിൽ എത്തിക്കഴിഞ്ഞാൽ വായിൽ എന്താ ഉള്ളത്? ഉമിനീരുണ്ട്. ഉമിനീരുമായി ചേർന്ന് എന്തുവാകുന്നു? ഉമിനീരിലെ ദഹനരസം അതിൽ കൂടിക്കലരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വായിൽ വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായിൽ വെച്ചിട്ടാണ് ആഹാരത്തിൻ്റെ ദഹനം ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വായിൽ ആരൊക്കെയുള്ളതെന്ന് നോക്കാം. അപ്പോൾ വായിൽ നമുക്ക്
ഈ ആഹാരത്തിനെ ചവച്ചരയ്ക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരാളുണ്ട്. ആരാണത്? പല്ലാണ് അല്ലേ. അപ്പോൾ പല്ലിനെ കുറിച്ച് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗമാണ് പല്ല്. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളി ഏതാണെന്ന് അറിയോ? ഏറ്റവും ഉപരിതല പാളിയാണ് ഏത്? ഇനാമൽ അല്ലേ. പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ. ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥമാണ് ഏത്? ഇനാമൽ അല്ലേ. നമുക്കറിയാം ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും കഠിനമായ ബലമുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? ഇനാമൽ എന്ന് എഴുതാം. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്നറിയോ? ലാക്റ്റിക് ആസിഡാണ്. ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിലെ ആഹാരാവശിഷ്ടങ്ങളിൽ നിന്ന് ബാക്ടീരിയകൾ പോഷണം നടത്തുന്നതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡാണ് ഏത്? ലാക്റ്റിക് ആസിഡ്. പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയകൾ അതിൽ നിന്ന് പോഷണം നടത്തുന്നു. ഇതിൻ്റെ ഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ആസിഡ് ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നു. ഈ മധുരമുള്ള ആഹാരവസ്തുക്കളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം ത്വരിതപ്പെടുകയാണ്. അപ്പം എന്ത് ചെയ്യണം? ആഹാരം കഴിച്ച ഉടനെ തന്നെ വായ വൃത്തിയാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി എന്താ പറയുന്നത് അടുത്തത്? പാൽപ്പല്ലുകൾ. എന്താണ് ഈ പാൽപ്പല്ലുകൾ? ആദ്യം ജനിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം പ്രായമാകുമ്പോൾ പല്ല് മുളയ്ക്കാൻ തുടങ്ങും അല്ലേ. ആദ്യം മുളയ്ക്കുന്ന ആ പല്ലുകളെ പറയുന്നതാണ് പാൽപ്പല്ലുകൾ. ആദ്യം മുളയ്ക്കുന്ന പല്ലുകൾ അറിയപ്പെടുന്നത് പാൽപ്പല്ലുകൾ. മുകളിലും താഴെയുമായി 10 വീതം പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. മുകളിലും താഴെയുമായിട്ട് 10 വീതം പാൽപ്പല്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആകെ 20 പാൽപ്പല്ലുകൾ അല്ലേ. മുകളിലും 10, താഴെയും 10. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്നത് 6 വയസ്സ് മുതലാണ്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നത് 6 വയസ്സ് മുതൽ. ഏകദേശം 6 വയസ്സാകുമ്പോൾ ഈ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോവും. എന്നിട്ട് എന്ത് വരും? സ്ഥിരദന്തങ്ങൾ വരും അല്ലേ. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഉണ്ടാകുന്ന പല്ലുകളെയാണ് സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയത് വരുന്നതാണ് സ്ഥിരദന്തങ്ങൾ. ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പല്ല് അണപ്പല്ലുകൾ അല്ലേ. നമുക്കറിയാം, നമുക്ക് ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഏറ്റവും ലാസ്റ്റത്തെ പല്ല് വരുന്നത്. അപ്പോൾ അണക്കിൽ നല്ല വേദനയായിരിക്കും അല്ലേ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പല്ല് വരുന്നത് 18 വയസ്സിന് ശേഷമാണ്. ഇനി ഏതൊക്കെ പല്ലുകളാണ്? നമുക്ക് പല്ലുകളെ പ്രധാനമായും 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഉളിപ്പല്ല് എന്ന് പറയുന്നത് മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലുകളുണ്ട്. മുകളിൽ 4 എണ്ണും താഴെ 4 എണ്ണുമായിട്ട് അങ്ങനെ 8 പല്ലുകളുണ്ട്. അതിനെയാണ് ഉൾപ്പല്ലുകൾ എന്ന് പറയുന്നത്. മുൻവശത്ത് കാണപ്പെടുന്ന പല്ലാട്ടോ. മുൻവശത്ത് കാണുന്ന മുകളിലുള്ള 4 എണ്ണം, താഴെ 4 എണ്ണം, അങ്ങനെ 8 എണ്ണം ഉളിപ്പല്ല്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയോ? കടിച്ചു മുറിക്കാം. നമുക്ക് ഏതൊരു വസ്തുവും കിട്ടിയാൽ അത് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലാണ്. ആ ഉളിപ്പല്ലിന് തൊട്ടപ്പുറത്ത് ഓരോ കോമ്പല്ലുകളുണ്ട് അല്ലേ. മുകളിൽ ഓരോ അറ്റത്തായിട്ട് അല്ലേ. അപ്പോൾ മുകളിൽ 2 എണ്ണം, താഴെ 2 എണ്ണം ഉണ്ട് കോമ്പല്ല്. അങ്ങനെ 4 കോമ്പല്ലുകളുണ്ട്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലുകളാണ്. അതേപോലെ അതിന് ശേഷം ഉള്ളതാണ് അഗ്രചർവണകം. അണക്കിലേക്കായിട്ട് കോമ്പല്ലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 8 പല്ലുകളുണ്ട്. അപ്പോൾ ഒരു കോമ്പല്ലിന് ശേഷം അപ്പുറത്ത് ഒരു സൈഡിൽ എത്ര? 2 എണ്ണം മുകളിലും 2 എണ്ണം താഴെ, അങ്ങനെ 4 എണ്ണം. അപ്പുറത്തെ സൈഡിലും 2 എണ്ണം മുകളിലും 2 എണ്ണം താഴെ, അങ്ങനെ 4 എണ്ണം. അങ്ങനെ 8 പല്ലുകളാണ് അഗ്രചർവണകം. അത് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. ഇനി ചർവണകം എന്ന് പറഞ്ഞ് ഏറ്റവും അണക്കിലായിട്ട് കാണപ്പെടുന്നത്. അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായി 12 പല്ലുകളാണ് ചർവണകം. അതായത് ഒരു സൈഡിൽ മുകളിൽ 3 എണ്ണം, താഴെ 3 എണ്ണം, അപ്പുറത്തെ സൈഡിൽ മുകളിൽ 3 എണ്ണം, താഴെ 3 എണ്ണം, അങ്ങനെ 12 പല്ലുകളാണ് ചർവണകം. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങളിലുള്ള പല്ലുകളെ അണപ്പല്ലുകൾ എന്നാണ് പറയുന്നത്. അഗ്രചർവണകം, ചർവണകം എന്നീ വിഭാഗങ്ങൾ ഉള്ളവന് എന്താണ് പറയുന്നത്? അണപ്പല്ലുകൾ. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ പാകത്തിലുള്ള
കോമ്പല്ലുകളുണ്ട്. മാംസാഹാരികളായിട്ടുള്ള ജീവികൾക്ക് ആഹാരം കടിച്ചു കയറാനുള്ള കോമ്പല്ലുകളുണ്ട്. എന്നാൽ സസ്യാഹാരികളിൽ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായകമായ പല്ലുകളാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു സിംഹത്തിനെയും കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പശുവിൻ്റെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സിംഹത്തിന് കണ്ടില്ലേ ഇങ്ങനെ കൂർത്ത കോമ്പല്ലുകൾ കണ്ടില്ലേ? അതെന്തിനാ? മാംസാഹാരങ്ങൾ കടിച്ചു കീറാനാണ്. മറ്റ് സാധാ പശുവിനൊക്കെ അവർ സസ്യാഹാരികളായതുകൊണ്ട് കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും സഹായിക്കുന്ന പല്ലുകളാണ് ഉള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദഹനം സംഭവിക്കുന്നത്. ആഹാരം എവിടെ കൂടെയൊക്കെ പോയിട്ടാണ് ദഹിക്കുന്നത് നമുക്ക് നോക്കാം. വായിൽ വെച്ച് ചവച്ചരിക്കപ്പെടുന്ന ആഹാരം എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയണ്ടേ? എങ്ങോട്ടാണ് പോകുന്നത്? വായിൽ നിന്ന് ചവച്ചരയ്ക്കപ്പെടുന്ന ആഹാരം എത്തിച്ചേരുന്ന ഭാഗമാണ് ആമാശയം. വായിൽ നിന്ന് ആഹാരം ആമാശയത്തിൽ എത്തിച്ചേരുന്നതിന് സഹായിക്കുന്ന കുഴലാണേത്? അന്നനാളം. അപ്പോൾ വായിൽ നിന്ന് അന്നനാളം വഴി ആഹാരം എവിടെ എത്തുന്നു? ആമാശയത്തിൽ എത്തുന്നു. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴിയാണ് ആമാശയത്തിലെത്തുന്നത്. ഇതിന് സഹായിക്കുന്നത് അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനമാണ്. ഇങ്ങനെ അന്നനാളത്തിൻ്റെ ഈ തരംഗരൂപത്തിലുള്ള ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അന്നനാളത്തിൻ്റെ തരംഗരൂപത്തിലുള്ള ചലനത്തെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആമാശയത്തിൽ വെച്ച ആഹാരം കുഴമ്പ് രൂപത്തിലാവും. ആമാശയത്തിൽ വെച്ചിട്ട് ആഹാരം കുഴമ്പ് രൂപത്തിലാവുന്നു. ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരഹസ്യങ്ങൾ ആഹാരത്തെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ഭാഗം ഏതാണ്? ചെറുകുടലാണ് അല്ലേ? അപ്പോൾ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളാണ് ആഹാരത്തെ രാസീയമായിട്ട് ദഹിപ്പിക്കുന്നത്. ഇത് എവിടേക്ക് എത്തുന്നു? ചെറുകുടലിൽ എത്തിക്കുന്നു. ചെറുകുടലിന് എത്ര നീളം ഉണ്ടെന്നറിയോ? 6 മീറ്ററോളം നീളമുണ്ട്. ഇവിടെ വെച്ച് ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാവുകയും ദഹിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ എവിടേക്ക് ആഗിരണം ചെയ്യുന്നത്? രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. പിന്നീട് ചെറുകുടലിനെ തുടർന്ന് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? വൻകുടൽ. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടലാണ് വൻകുടൽ. ധാതുലവണങ്ങൾ അടങ്ങിയ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് വൻകുടലിൽ വെച്ചാണ്. അതിനുശേഷം അവശേഷിക്കുന്നതാണ് മലം. ഇത് മലാശയത്തെ സംഭരിച്ച് മലദ്വാരം വഴി പുറത്തു കളയുന്നു. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ദഹന വ്യവസ്ഥയും മദ്യപാനവും. മദ്യം ആമാശയത്തിലെ മൃദുലമായ പാളികളിൽ വ്രണമുണ്ടാക്കുന്നു. നമ്മൾ സ്ഥിരമായി മദ്യം കഴിക്കുമ്പോൾ ആമാശയത്തിലെ പാളികൾക്കൊക്കെ വ്രണമുണ്ടായിട്ടാണ് അൾസർ ഉണ്ടാകുന്നത്. അതുപോലെ അമിതമായ മദ്യപാനം കരൾ വീക്കത്തിനും കരളിനെ നശിപ്പിക്കാനൊക്കെ കാരണമാകുന്നുണ്ട്. അതുപോലെ വായ, അന്നനാളം, കരൾ, വൻകുടൽ എന്നിവിടങ്ങളിലെ ക്യാൻസർ ഉണ്ടാകാനൊക്കെ കാരണമാകുന്നു. ഇനി അതുപോലെ നമുക്ക് നോക്കാനുള്ളത് പോഷണം. അമീബയിലെ പോഷണമാണ് നോക്കുന്നത്. ഏകകോശ ജീവിയായ അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടം ആഹാര സ്വീകരണം. ആഹാരത്തിലടങ്ങിയ ജൈവഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ആഹാരത്തിലടങ്ങിയ ജൈവഘടകങ്ങൾ, ചെറിയ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാവുന്ന രീതിയിൽ ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയയാണ് ആഗിരണം. ആഗിരണം ചെയ്യപ്പെട്ട ആഹാരഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന പ്രക്രിയ ഏതാണ്? സ്വാംശീകരണം. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറംതള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ഓക്കെ, അപ്പോൾ നമ്മൾ ദഹന വ്യവസ്ഥയുടെ ഭാഗം പറഞ്ഞതിൽ ഈ 7ാം ക്ലാസ്സിലത്തെ ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു. ദഹന വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിനി 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും കൂടി നോക്കാം. ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെ സയൻസ് 2ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ആഹാരം അന്നവദത്തിൽ, അതിലെ പോഷകഘടകങ്ങൾ അല്ലേ, ശരീരത്തിന് ആവശ്യമായ പോഷകഘടകങ്ങളുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
ധാന്യകം ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നു. പ്രോട്ടീൻ ശരീര നിർമ്മാണ ഘടകം. കൊഴുപ്പ് ശരീരത്തിന് ഊർജം നൽകുന്നതിനോടൊപ്പം കോശ വളർച്ചയെ സഹായിക്കുന്നു. അതുപോലെ ധാതുക്കൾ വളർച്ച, വികാസം, ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നുണ്ട്. വിറ്റാമിനുകൾ രോഗപ്രതിരോധ ശേഷി, ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾ നടത്തുന്നു. ജലം ശരീര ഊഷ്മാവ് ക്രമപ്പെടുത്താനും നിർജ്ജലീകരണം തടയാനും ഉപയോഗിക്കുന്ന ഘടകങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാന്യകം, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റാമിനുകൾ, ജലം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. അപ്പം നമ്മളവിടെ മറ്റേ ഇതിൽ എന്താണ് ദഹനം എന്ന് കൃത്യമായിട്ട് ദഹനത്തിനൊരു നിർവചനം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് ഉതകുന്ന തരത്തിൽ ലഘു ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ഇനി എന്താ പറയുന്നത്? ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ നമ്മളിപ്പോൾ അവിടെ മറ്റേ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. വായ്, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം. ഇതൊക്കെയാണ് ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ. അപ്പോൾ ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ് അല്ലേ. വായിൽ വെച്ച് ആഹാരത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചവച്ചരയ്ക്കുകയും ഉമിനീരുമായി കലരുകയും ചെയ്യുന്നു. ഭക്ഷണം ചവച്ചരയ്ക്കപ്പെടുകയും ഉമിനീരുമായിട്ട് കലരുകയും ചെയ്യുന്നു. ആഹാരം നന്നായി ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയും ക്രമീകരണവും ആണ് നമ്മുടെ പല്ലുകൾക്കുള്ളത്. അപ്പോൾ നമ്മൾ പല്ലുകൾ പരിചയപ്പെട്ടതാണ്. ഏതൊക്കെ പല്ലുകളായിരുന്നു? ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. അതൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിലും പറയുന്നത്. ആഹാരം കടിച്ചു മുറിക്കുന്നതിന് സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല്. അതുപോലെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അഗ്രചർവണകവും ചർവണകവും. ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. പൾപ്പ് കാവിറ്റിയിൽ കാണുന്ന മൃദുവായ യോജക കലയാണ് പൾപ്പ്. രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്ന ദന്തഭാഗമാണ് പൾപ്പ്. നമ്മുടെ രക്തക്കുഴലുകളൊക്കെ കാണപ്പെടുന്ന ദന്തഭാഗമാണ് പൾപ്പ്. ഈ മോണയിലെ കുഴികളിൽ ഈ പല്ലിനെ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അല്ലേ. അത് ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള ആ കാൽസ്യം അടങ്ങിയിട്ടുള്ള ആ യോജക കലയാണ് സിമൻറ്റം. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തിയിട്ടുള്ള യോജക കലയാണ് സിമൻറ്റം. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിന് വേണ്ട സഹായം നൽകുന്നതുമായ ഭാഗമാണ് ഏത്? നമ്മുടെ നാവ് അല്ലേ. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും അതുപോലെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതും ഒക്കെ ഈ നാവാണ് അല്ലേ. അതുപോലെ രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗങ്ങളാണ് സ്വാദുമുകുളങ്ങൾ. നാക്കിലെ സ്വാദുമുകുളങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ. ഓരോ രുചി അറിയണത് കയ്പ്പ്, മധുരം, പുളി, ഉപ്പ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ. അതൊക്കെ ഏതൊക്കെയാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രുചി അറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗമാണ് സ്വാദുമുകുളങ്ങൾ. അതേപോലെ ഉമിനീരിൽ ഗ്രന്ഥികളുടെ എണ്ണം എത്രയെന്ന് വെച്ചിട്ടാണ്? 3 ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്. 3 ജോഡി ഉമിനീർ ഗ്രന്ഥികൾ കാണപ്പെടുന്നു. ഈ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസും ലൈസോസൈമും. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് സ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളാണ് സലൈവറി അമിലേസ്, ലൈസോസൈം ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ശ്ലേഷ്മം ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നു. അപ്പോൾ ഉമിനീരിൽ സലൈവറി അമിലേസും ഉണ്ട്, ലൈസോസൈമും ഉണ്ട്, അതുപോലെ ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ശ്ലേഷ്മം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കി മാറ്റുന്നു. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധി വരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. അന്നജത്തെ ഭാഗികമായി മാൾട്ടോസ് ആക്കി മാറ്റുന്ന രാസാഗ്നിയാണ് സലൈവറി അമിലേസ്. നാക്ക് ഭക്ഷണത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ അടയ്ക്കുന്ന ഭാഗമാണ് ചെറുനാക്ക്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ, ഇവിടെ ഇങ്ങനെ വായിൽ തൊണ്ടയുടെ അവിടെ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, ഗ്രസനിയുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു നാസാഗഹ്വരമുണ്ട് അല്ലേ. ആ നാസാഗഹ്വരം അടയ്ക്കുന്ന ഭാഗമാണ് ഏത്? ചെറുനാക്ക്.
അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ശ്വാസനാളം അല്ലേ, ശ്വാസനാളത്തിലേക്ക് ഫുഡ് കിടക്കാൻ പാടില്ല. അപ്പോൾ ഈ ആഹാരപദാർത്ഥങ്ങളെ ശ്വാസനാളത്തിലേക്കും കിടക്കാൻ പാടില്ല. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് കിടക്കാതെ ശ്വാസനാളത്തെ അടച്ച് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്ലോമപിതാനം, എപ്പിഗ്ലോട്ടിസ് അല്ലേ. ശ്വാസനാളത്തെ അടച്ച് സൂക്ഷിക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കിടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്ലോമപിതാനം. ഭക്ഷണം ആമാശയത്തിൽ എത്തുന്നതിന് കാരണമായ അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തിന് പറയുന്ന പേരെന്തായിരുന്നു? പെരിസ്റ്റാൾസിസ് ആണ്. പെരിസ്റ്റാൾസിസ്. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. ആമാശയത്തിൽ ആഹാരം വേണ്ടത്ര സമയം നിലനിർത്താൻ സഹായിക്കുന്നത് വലയപേശികളാണ്. അതുപോലെ ദഹന പ്രക്രിയയിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ആമാശയരസത്തിലെ ഘടകങ്ങളാണ്. ആമാശയത്തിലെത്തുന്ന അതിലേക്ക് ആമാശയരസങ്ങൾ ചേരുന്നുണ്ട്. ഈ ആമാശയരസങ്ങൾ ഏതൊക്കെയാണ്? പെപ്സിൻ, അതുപോലെ ഗാസ്ട്രിക് ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ശ്ലേഷ്മം, ഇതൊക്കെ ഉണ്ട് അല്ലേ. പെപ്സിൻ എൻസൈം പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണുകളാക്കുകയാണ് ചെയ്യുന്നത്. പെപ്സിൻ എൻസൈം എന്താ ചെയ്യുന്നത്? പ്രോട്ടീനിനെ പെപ്റ്റോണുകളാക്കുന്നു. ഗാസ്ട്രിക് ലിപ്പേസ് എന്താ ചെയ്യുന്നത്? കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നു. ഭാഗികമായിട്ടാണ് ദഹിപ്പിക്കുന്നത് കേട്ടോ. കൊഴുപ്പിനെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ആമാശയത്തിൽ കിടക്കുന്ന ദഹന പ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുന്നതൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നു. ദഹനരസങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ശ്ലേഷ്മമാണ്. ശരീരത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നിർമ്മിക്കുന്നത് ആമാശയ ഭിത്തിയിലെ ഓക്സിൻറ്റിക് കോശങ്ങളാണ്. ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ pH മൂല്യം എത്രയാണ്? 1 മുതൽ 3 വരെ. pH മൂല്യം 1 മുതൽ 3 വരെയാണ് pH മൂല്യം ഉള്ളത്. ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുന്നത് ആവരണകലയിലെ കോശങ്ങൾ സ്രവിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളുമാണ്. ആമാശയത്തിൽ ആസിഡിൻ്റെ ഉൽപ്പാദനം ക്രമാതീതമാകുന്നത് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ്. ആസിഡ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അസിഡിറ്റി പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അസിഡിറ്റി നീണ്ടു നിന്നാൽ അത് ആമാശയത്തിൽ വ്രണമായി മാറാനും കാരണമാകുന്നു. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ഏകദേശം നീളം, ചെറുകുടലിന് ഏകദേശം 6 മീറ്ററോളം നീളമുണ്ട് അല്ലേ. 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം ആരംഭിക്കുകയും ചെയ്യുന്ന ശരീരഭാഗം ചെറുകുടലാണ് അല്ലെ. ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അതിൽ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗമാണ് പക്വാശയം. കരൾ, ആഗ്നേയ ഗ്രന്ഥി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ദഹന രസങ്ങൾ എത്തിച്ചേരുന്ന ചെറുകുടലിൻ്റെ ഭാഗമാണ് പക്വാശയം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണെന്നറിയോ? പിത്തരസമാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം പിത്തരസമാണ്. കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുകയും ചെയ്യുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസം സംഭരിക്കപ്പെടുന്ന ഭാഗം ഏതാ? പിത്താശയമാണ് അല്ലേ. പിത്തരസം സംഭരിക്കപ്പെടുന്ന ഭാഗം പിത്താശയം. എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. എൻസൈമുകൾ അടങ്ങിയിട്ടില്ലാത്ത ദഹനരസമാണ് പിത്തരസം. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആഗ്നേയരസം. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ആഗ്നേയരസം. ആഗ്നേയരസത്തിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകളാണ് പാങ്ക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് ലിപ്പേസ്. ഇവരുടെയൊക്കെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പാങ്ക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു. ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി ആക്കുന്നു. പാങ്ക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കുന്നു. കൊഴുപ്പിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്ന ഭാഗമാണ് പക്വാശയം. കൊഴുപ്പിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്ന ഭാഗം പക്വാശയം. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് ആന്ത്രരസം. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? ആന്ത്രരസം. പക്വാശയത്തിൽ നിന്ന് ആഹാരം മുന്നോട്ട് പോകുമ്പോൾ ചെറുകുടലിലെ ഗ്രന്ഥികൾ സ്രവിക്കുന്ന ആന്ത്രരസവുമായിട്ട് കലരുന്നു. ആന്ത്രരസത്തിലെ എൻസൈമുകൾ മാൾട്ടോസിനെയും ലാക്ടോസിനെയും പഞ്ചസാരയെയും ദഹിപ്പിച്ച് യഥാക്രമം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ഘടകങ്ങളാക്കിയിട്ട് മാറ്റുന്നു. ആന്ത്രരസത്തിലെ
പെപ്റ്റിഡേസ് എൻസൈമുകൾ പെപ്റ്റൈഡുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. സങ്കീർണ ഘടനയുള്ള ധാന്യവും പ്രോട്ടീനും കൊഴുപ്പും ആഗിരണം ചെയ്യപ്പെടാൻ കഴിയുന്ന ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളെ എന്താ പറയുന്നത്? വില്ലസുകൾ എന്നാണ് പറയുന്നത്. ചെറുകുടലിൻ്റെ ഭിത്തിയിലൊക്കെ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസുകൾ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുന്ന അവയവമാണ് വില്ലസുകൾ. വില്ലസുകളിൽ രക്തലോമികളും ലിംഫലോമികളായ ലാക്റ്റിയലുകളും കാണപ്പെടുന്നു. ജലത്തിൽ ലയിക്കുന്ന ലഘുപോഷകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് വില്ലസിലൂടെയാണ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടുന്ന ഭാഗം ഏതാ? രക്തലോമികളാണ്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആഗിരണം ചെയ്യപ്പെടുന്ന വില്ലസിലെ ഭാഗമാണ് ലിംഫിലെ ലാക്റ്റിയൽ. നമ്മൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് രണ്ടിൻ്റെയും ഗാഢത തുല്യമാകുന്നത് വരെ തന്മാത്രകൾ ഒഴുകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ലാക്റ്റിയലിലേക്കുള്ള ഫാറ്റി ആസിഡിൻ്റെയും ഗ്ലിസറിൻ്റെയും ആഗിരണം നടക്കുന്നത് അല്ലേ. കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിൽ നടക്കുന്ന ഡിഫ്യൂഷനാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇവിടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡുകളൊക്കെ രക്തലോമികളിലേക്ക് ആഗിരണം ചെയ്യുന്നത് അങ്ങനെയാണ്. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു അർദ്ധധാര്യ സ്ഥലത്തിലൂടെയുള്ള ജലതന്മാത്രങ്ങളുടെ പ്രവാഹമാണ് ഓസ്മോസിസ്. ജലതന്മാത്രകൾ പോകുന്ന ഓസ് എന്ന് ഓർത്താൽ മതി അല്ലേ. അപ്പോൾ ജലതന്മാത്രകൾ പോകുന്നത് ഓസിലൂടെയാണ്, അത് ഓസ്മോസിസ്. ചെറുകുടലിലെയും വൻകുടലിലൊക്കെ ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. അതേപോലെ അതിൻ്റെ വിപരീതം, ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടിയ ഭാഗത്തേക്ക് ഊർജം ഉപയോഗിച്ച് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ ആഗിരണം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതിൻ്റെ ഉദാഹരണം എന്താ? ചെറുകുടലിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവയുടെ ഗാഢത കുറയുമ്പോൾ ആഗിരണം നടക്കുന്നത്. ചെറുകുടലിൽ വെച്ച് ആഗിരണം ചെയ്യപ്പെട്ട കഴിഞ്ഞ ശേഷം അവശേഷിക്കുന്ന ഭൂരിഭാഗം ലവണങ്ങളും ജലവും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ് വൻകുടൽ. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് ഏത്? വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്ന ഭാഗം എവിടെയാണ്? വൻകുടലിലാണ് വിറ്റാമിൻ കെ ആഗിരണം നടക്കുന്നത്. ആഗിരണം പൂർത്തിയാക്കിയ ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കുകയും മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ ദഹന പ്രക്രിയ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 4 മുതൽ 5 മണിക്കൂർ വരെ ഒരു ദഹന പ്രക്രിയ പൂർത്തിയാക്കാൻ നടക്കുന്നുണ്ട്. നാരടങ്ങിയ ആഹാര സാധനങ്ങൾ ദഹനത്തിന് വിധേയമാകുന്നില്ലെങ്കിലും ആഗിരണ പ്രക്രിയയെ സഹായിക്കുകയും മലവിസർജനം സുഗമമാക്കി ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം നാരടങ്ങിയ ആഹാര വസ്തുക്കൾ കഴിക്കുക. സസ്യങ്ങൾ ലഘുഘടകമായ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിനാൽ അവയ്ക്ക് ദഹന പ്രക്രിയ ആവശ്യമില്ല. സസ്യങ്ങൾക്ക് ദഹന പ്രക്രിയയുടെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ പഠിച്ചു വന്നത് ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ 2 ക്ലാസ്സിലെയും അല്ലേ, 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഇനിയും കാണാം.